പൂജാ ബമ്പർ ഭാഗ്യവാനെ തിരയുകയാണ് ഇപ്പോൾ കേരളം. JC 325526 എന്ന ടിക്കറ്റിനാണ് 12 കോടി രൂപയുടെ ഒന്നാം സമ്മാനം അടിച്ചിരിക്കുന്നത്. കൊല്ലത്തെ ലോട്ടറി ഏജന്റായ ജയകുമാർ ലോട്ടറി സെന്ററിൽ നിന്ന് വിറ്റ ടിക്കറ്റാണിത്. ദിലീപ് ദേവസ്യ ചേരുന്ന വിശദാംശങ്ങളുമായി. ദിലീപ്, ഭാഗ്യവാൻ ആരാണ് എന്ന അന്വേഷണത്തിൽ തന്നെയാണ്. പക്ഷേ ജയകുമാർ ലോട്ടറി ഏജന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു നേട്ടം, അവർ വിറ്റ ടിക്കറ്റിനാണ് ഇപ്പോൾ സമ്മാനമെന്ന് സ്ഥിരീകരിക്കുന്നു. വിനീത, ഞാൻ നിൽക്കുന്നത് ജയകുമാർ ലോട്ടറി സെൻ്ററിലാണ്. കൊല്ലം KSRTCക്ക് സമീപത്താണ് ഈ ലോട്ടറി സെൻ്റർ പ്രവർത്തിക്കുന്നത്. ഇവിടെ നിന്നാണ് ആ ഭാഗ്യശാലി, പൂജാ ബമ്പർ ഭാഗ്യശാലി ഈ ലോട്ടറി കടയിൽ നിന്നാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. 12 കോടി ലഭിച്ചിരിക്കുന്ന ആ ഭാഗ്യശാലി ആരാണെന്നുള്ള കാര്യത്തിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല. 22-ാം തീയതിയാണ് ഈ സെൻ്ററിൽ നിന്ന് ഈ ടിക്കറ്റ് എടുത്തു പോയത്. ഇത് അതിൻ്റെ മധുരമാണ് ഇപ്പോൾ ഇവർ പങ്കുവെക്കുന്നത്. ചേട്ടാ, ഇങ്ങനെ സന്തോഷം? ഭയങ്കര സന്തോഷം. കാരണം വെച്ചാൽ ഈ BR 100 എന്ന് പറഞ്ഞാൽ ഡ്രായാണ് നടന്നത്. ആ 100ാമത്തെ ഡ്രായിൽ 12 കോടി എന്ന വലിയ സമ്മാനം നേടിക്കൊടുക്കാൻ, അതും ജയകുമാർ ലോട്ടറി സെൻ്ററിൻ്റെ കൊല്ലം ബസ് സ്റ്റാൻഡിലുള്ള ഈ കടയിൽ നിന്നാണ് നമ്മൾ വിറ്റിരിക്കുന്നത്. അതിൻ്റെ സന്തോഷമാണ് ഈ കാണുന്നതല്ല. ചേട്ടാ, ജിലേബി അല്ല, ലഡു കൊടുക്കുന്നുണ്ട്, ജ്യൂസ് കൊടുക്കുന്നുണ്ട്, എന്ത് വേണേലും കൊടുക്കാം. ഇതൊരു സന്തോഷത്തിൻ്റെ നിമിഷമാണ്. 12 കോടി എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും പിന്നെ പണക്കാരനെ സംബന്ധിച്ചിടത്തോളം 12 കോടി തന്നെയാണല്ലോ. അത് എടുത്ത ഏജന്റിനും 1,20,00,000 രൂപ കിട്ടും. അപ്പം ഭാഗ്യശാലി ആരാണെന്നെങ്കിലും ഒരു ഉദാഹരണം. ദിനേഷ് കുമാർ എന്ന് പറയുന്ന സബ് ഏജന്റാണ് ഇത് വിറ്റിരിക്കുന്നതെന്ന് മാത്രം അറിയാം. ഭാഗ്യാന്വേഷിയെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. അദ്ദേഹത്തിനെ കാണണം, അദ്ദേഹത്തിനെ പരിചയപ്പെടണമെന്നുള്ള നിങ്ങളുടെ കണക്ക് തന്നെ ഞങ്ങൾക്കും വളരെ ആകാംക്ഷയിലിരിക്കുക. ഈ കേരളക്കാരെ കാത്തിരുന്നത് കണക്ക് തന്നെ നമ്മളും അതിനുവേണ്ടി കാത്തിരിക്കുക. എന്തായാലും വളരെ സന്തോഷം. ഈ വാർത്ത അറിഞ്ഞ ആ ഭാഗ്യശാലി ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഇവിടേക്ക് എത്തണം. കാണാൻ കാത്തിരിക്കുന്ന, മധുരമായി ഇവിടെ കാത്തിരിക്കുകയാണ്. എന്തായാലും ഈ കടയിൽ നിന്ന് ലോട്ടറി എടുത്ത, പൂജാ ബമ്പർ എടുത്തിരുന്ന ആളെയാണ് ഇവിടെ എല്ലാവരും. ചേട്ടാ, ലോട്ടറി എടുത്തായിരുന്നോ? നമ്മുടെ ഇവിടെ കല്യാൺ ജ്വല്ലറി ഇല്ലേ, അങ്ങനെ വർഷങ്ങളായിട്ട് ലോട്ടറി എടുക്കുകയാണ്. കല്യാൺ ജ്വല്ലറി ഇല്ലേ, അതിനടുത്ത് ഇവിടെ ഒരു ഓഫീസുണ്ട്, അവിടെ സ്ഥിരമായിട്ട് എടുക്കുന്നതാണ്. 500, 1000 ഒക്കെ അടിച്ചിട്ടുണ്ട്. ശരി, വിനേഷ് കുമാർ എന്ന സബ് ഏജന്റ് വിറ്റ ടിക്കറ്റിനാണ് സമ്മാനം എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ഭാഗ്യശാലി ആരാണ് എന്ന് ഏതായാലും ഉടനെ അറിയാൻ കഴിയും. ദിലീപ് ദേവസ്യ അതിനുള്ള അന്വേഷണത്തിൽ തന്നെയാണ്.